ജീവിതത്തിന്റെ ഓരോ ഘട്ടങ്ങളിൽ പഠനം കഴിയുന്ന സമയത്തും അല്ലെങ്കിൽ ഒരു ജോലി ഉണ്ടായിരിക്കുന്ന അവസ്ഥയിലുമൊക്കെ പല ആളുകളും എങ്ങനെയാണ് അവർക്ക് കൂടുതൽ ധനം സമ്പാദിക്കാനായിട്ട് സാധിക്കുക എന്നുള്ള ആഗ്രഹത്തോടു കൂടി അന്വേഷണത്തിനോട് കൂടി ചിന്തിക്കുന്നതായിട്ടുള്ള ഒരു കാര്യമാണ് എന്ത് തരത്തിലുള്ള ബിസിനസ്സുകളാണ് അല്ലെങ്കിൽ സംരംഭങ്ങളാണ് എനിക്ക് വീട്ടിലിരുന്ന് തന്നെ തുടങ്ങാനായിട്ട് സാധിക്കുക. തീർച്ചയായിട്ടും ഇത് വീട്ടമ്മമാർക്ക് മാത്രമുള്ള ഒരു കുത്തകയല്ല, എല്ലാ വ്യക്തികളും ചിന്തിക്കുന്ന ഒരു കാര്യം തന്നെയാണ്. അത്തരത്തിൽ തുടങ്ങിയതായിട്ടുള്ള ഒരുപാട് സംരംഭങ്ങൾ വളരെ വലിയ വിജയത്തിലേക്ക് പോയിട്ടുള്ള കഥകളും നമുക്കറിയാം. അത്തരത്തിൽ നമുക്ക് വീടിന്റെ ഒരു മുറിയിൽ അല്ലെങ്കിൽ വീടിന്റെ അടുക്കളയുമായിട്ട് ബന്ധപ്പെട്ട് ഒരു വീടിനോട് ചുറ്റുമായിട്ട് ഒരു 5 സെന്റോ 10 സെന്റോ സ്ഥലമൊക്കെ ഉണ്ടെങ്കിൽ അങ്ങനെയുള്ള സാഹചര്യത്തിൽ നടത്താനായിട്ട് സാധിക്കുന്നതായിട്ടുള്ള ചില ബിസിനസ് ആശയങ്ങൾ വളരെ ചുരുക്കി പങ്കുവെക്കുക എന്നുള്ളതാണ് ഈ വീഡിയോയുടെ ഉദ്ദേശം എന്ന് പറയുന്നത്. ഒന്നാമത്തെ ബിസിനസ് എന്ന് പറയുന്നത് എക്സ്റ്റൻഷൻ ഓഫ് യുവർ കിച്ചൺ എന്ന് തന്നെയാണ്. അതായത് അടുക്കള വിപുലീകരിക്കുക എന്നുള്ള രീതിയിൽ എന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇന്ന് പല ബേക്കറികളിലേക്ക് പല രീതിയിലുള്ള കേക്കുകൾ, അതുപോലെ തന്നെ പുഡിങ്സ്, അതുപോലെ തന്നെ ഒരുപാട് ആളുകൾ വീട്ടിൽ നിന്നുണ്ടാക്കിയ ഭക്ഷണം ആഗ്രഹിച്ചു നിൽക്കുന്ന ആളുകളുണ്ട്. ഇപ്പം അല്പ ടൗണിനോടൊക്കെ ചേർന്നിട്ടുള്ള ഏരിയാസ് ആണെന്നുണ്ടെങ്കിൽ ലഞ്ച് ബോക്സ് കൊടുക്കുന്നതായിട്ടുള്ള അവസ്ഥകള്, അതുപോലെ തന്നെ പ്രത്യേക രീതിയിലുള്ള അവലോസ് പൊടികൾ അല്ലെങ്കിൽ മസാല പൊടികൾ, ഇങ്ങനെയൊക്കെയുള്ള സംഗതികൾ വീട്ടിൽ നിന്നുണ്ടാക്കാൻ പറ്റുന്നതായിട്ടുള്ള ഇത്തരത്തിലുള്ള ഭക്ഷണവുമായിട്ട് ബന്ധപ്പെട്ട സംഗതികൾ ഇത് ഡയറക്റ്റ് ആയിട്ട് തന്നെ സെല്ല് ചെയ്യാം. സൊമാറ്റോയിൽ കൂടെയും അല്ലെങ്കിൽ സ്വിഗ്ഗിയിൽ കൂടെയും ഇൻസ്റ്റഗ്രാം ബേസിലും അല്ലെങ്കിൽ മറ്റ് സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോംസിന്റെ ഒക്കെ അടിസ്ഥാനത്തിൽ ഇതിന്റെ സെല്ലിങ് ചെയ്യാവുന്നതാണ്. അതുപോലെ തന്നെ ഇത് ചെയ്യുന്ന സമയത്ത് ഇത് വിപുലമായിട്ടുള്ള രീതിയിലേക്ക് കൊണ്ടുപോകുന്ന സമയത്ത് ചിലപ്പോൾ ഫുഡ് സേഫ്റ്റിയുടെ ലൈസൻസ് ആവശ്യമായിട്ടും ഉണ്ടായിരിക്കും. FSSAI ലൈസൻസ് ഒക്കെ കിട്ടുക എന്നുള്ളത് അത്ര ശ്രമകരമായിട്ടുള്ള കാര്യമൊന്നുമല്ല. വീടിന്റെ ബേസിലും നമുക്ക് ഇത്തരത്തിലുള്ള GST ആൻഡ് FSSAI ലൈസൻസുകളൊക്കെ എടുക്കാനായിട്ട് സാധിക്കുമെന്നുള്ള അറിവും കൂടെ ഇവിടെ ചേർത്ത് പറയുകയാണ്. അപ്പൊ ഇങ്ങനെ ആയിരിക്കുന്ന സാഹചര്യത്തിൽ ഈ അടുക്കളയുടെ എക്സ്റ്റൻഷൻ എന്ന് പറയുന്നത് ഡയറക്റ്റ് ആയിട്ട് നിങ്ങൾക്ക് സെല്ല് ചെയ്യാം. നിങ്ങളെ ആളുകൾ വിളിക്കുന്നതിലേക്ക് എത്തിക്കാനായിട്ട് സാധിക്കും. ഡെലിവറി സാധ്യമല്ലെങ്കിൽ ഈ പറയുന്ന രീതിയിലുള്ള സൊമാറ്റോ, സ്വിഗ്ഗി പോലുള്ള പ്ലാറ്റ്ഫോമുകളുടെ സഹായവും തേടാവുന്നതാണ്. ഇങ്ങനെ ആയിരിക്കുന്ന സമയത്ത് ചില ആളുകൾ ഹോട്ടലുകളിലും ബേക്കറികളിലേക്കും ഒക്കെ വേണ്ടതായിട്ടുള്ള ഉൽപ്പന്നങ്ങൾ എത്തിച്ചു കൊടുക്കുന്ന വ്യക്തികളുമുണ്ട്. അപ്പൊ ഇത് തീർച്ചയായിട്ടും കുക്കിങ്ങിൽ വളരെ പാഷനേറ്റ് ആയിട്ടുള്ള ആളുകൾ, അതിനെക്കുറിച്ച് അറിയാവുന്നവർ മാത്രമാണ് ഇറങ്ങാൻ പാടുള്ളൂ. അവർക്ക് കൺസിഡർ ചെയ്യാൻ പറ്റിയതായിട്ടുള്ള ഒരു ബിസിനസ് ആശയമാണ്. ഇനി രണ്ടാമത്തെ ഐഡിയ എന്താണെന്നുള്ളത് നോക്കാം. അടുത്തതായിട്ടുള്ളത് ഓൺലൈൻ കോച്ചിങ് അല്ലെങ്കിൽ ഓൺലൈൻ ട്യൂഷൻ ആണ്. പ്രധാനമായിട്ടും ഞാനിതിനെ ട്യൂഷൻ എന്ന് പറയുന്നതിനപ്പുറത്തേക്ക് ഒരു പ്രത്യേക രീതിയിലുള്ള കോച്ചിങ് അല്ലെങ്കിൽ ട്രെയിനിങ് എന്നൊക്കെ പറയാം. കാരണം സ്കൂളിലുള്ള വിഷയങ്ങൾക്ക് മേലുള്ള പഠിപ്പിക്കലുകൾ വീട്ടിൽ നിന്ന് ഒരു ചെറിയൊരു മുറിയുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഓൺലൈനായിട്ടോ റെക്കോർഡഡ് ക്ലാസ്സസ് ആയിട്ടോ ലൈവ് ആയിട്ടോ കൊടുക്കാവുന്നതാണ്. അതിന് പലവിധ സ്ട്രാറ്റജീസ് നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാനായിട്ട് സാധിക്കും. നിങ്ങൾക്ക് ഉദ്ദേശിക്കുന്ന ക്ലാസ്സുകളിൽ ഉദ്ദേശിക്കുന്ന വിഷയങ്ങളിലോ അല്ലെങ്കിൽ നിങ്ങളുടെ സുഹൃത്തുക്കളെയും കൂടി കൂട്ടിച്ചേർത്തുകൊണ്ട് പല വിഷയങ്ങളിലുള്ള ട്രെയിനിങ് അല്ലെങ്കിൽ കോച്ചിങ് അല്ലെങ്കിൽ ട്യൂഷൻ നിങ്ങൾക്ക് കൊടുക്കാവുന്നതാണ്. അതുപോലെ തന്നെ ഈ ട്യൂഷൻ മാത്രമല്ല, ഡാൻസുമായിട്ട് ബന്ധപ്പെട്ട ക്ലാസ്സുകൾ, അതുപോലെ തന്നെ കമ്പ്യൂട്ടറിലെ വിവിധ ആപ്ലിക്കേഷൻസ് പഠിപ്പിക്കുന്നതായിട്ടുള്ള കോച്ചിങ്ങുകൾ, അതുപോലെ പ്രത്യേക രീതിയിലുള്ള ക്രാഫ്റ്റ് അല്ലെങ്കിൽ അത്തരത്തിലുള്ള പല രീതിയിലുള്ള വിഷയങ്ങളിൽ നിങ്ങൾക്ക് അറിവ് ഏത് മേഖലയിലാണോ ഉള്ളത് അതിനനുസരിച്ച് നമുക്ക് പ്രൊവൈഡ് ചെയ്യാനായിട്ട് സാധിക്കുമെന്നുള്ളതാണ്. മ്യൂസിക്, പെയിന്റിങ്, യോഗ, കമ്പ്യൂട്ടർ, ഇതൊക്കെ അതിൽ ചെറിയ ചില ഉദാഹരണങ്ങൾ മാത്രമാണ്. ബാക്കി നമ്മൾ ആലോചിക്കേണ്ട കാര്യമാണ്. സൂം ആപ്ലിക്കേഷൻ, മീറ്റ് ആപ്ലിക്കേഷൻ, സ്കൈപ്പ് തുടങ്ങിയ പല പ്ലാറ്റ്ഫോമുകളുണ്ട് ഇത്തരത്തിലുള്ള പരിപാടികൾ നല്ല രീതിയിൽ കൊണ്ടുപോകാനായിട്ട് നമ്മളെ സഹായിക്കാനായിട്ട്. ഇനി അടുത്തതായിട്ടുള്ളത് ഹാൻഡിക്രാഫ്റ്റ് അല്ലെങ്കിൽ ഹാൻഡ് മെയ്ഡ് ആയിട്ടുള്ള സംഗതികൾ. അത് ചിലപ്പോ നെയ്ത് ഉണ്ടാക്കിയ ഒരു ക്ലോത്ത് ആയിട്ട് ബന്ധപ്പെട്ട സംഗതി ആയിരിക്കും, അല്ലെങ്കിൽ മെഴുകുതിരി നിർമ്മാണമായിരിക്കും, അല്ലെങ്കിൽ സോപ്പ് നിർമ്മാണമായിരിക്കും. എന്താണോ കരകൗശലത്തിന്റെ അടിസ്ഥാനത്തിലും അല്ലെങ്കിൽ നമുക്ക് സാധാരണ രീതിയിൽ ഹാൻഡ് മെയ്ഡ് ആയിട്ട് ഉണ്ടാക്കാനായിട്ട് സാധിക്കുന്നത്, ഈ രണ്ട് സംഗതികളും നമുക്കൊരു ബിസിനസ് ആയിട്ട് കൊണ്ടുപോകാനായിട്ട് സാധിക്കും. ഇപ്പൊ ഹാൻഡിക്രാഫ്റ്റിലേക്ക് വരികയാണെങ്കിൽ ഇതൊക്കെ ആമസോൺ, ഫ്ലിപ്കാർട്ട് തുടങ്ങിയ പ്ലാറ്റ്ഫോമുകളിലൊക്കെ നമുക്ക് സെയിൽ ചെയ്യാനായിട്ട് സാധിക്കും. ആമസോണിലൊക്കെ നമുക്ക് സെയിൽ ചെയ്യണമെന്നുണ്ടെങ്കിൽ GST നമ്പർ ആവശ്യമാണ്. GST നമ്പർ പരിചയക്കാർക്കോ സുഹൃത്തുക്കൾക്കോ ഉണ്ടെങ്കിൽ അവരുമായിട്ട് ടൈപ്പ് ചെയ്തിട്ട് ചെയ്യാവുന്നതാണ്. അല്ലെങ്കിൽ ഇത് സ്വന്തമായിട്ട് നമുക്ക് നേടിയെടുക്കാനും വലിയ രീതിയിലുള്ള കടമ്പകളൊന്നുമില്ല, തീർച്ചയായിട്ടും ആക്സസ് ചെയ്യാനായിട്ട് സാധിക്കുന്ന ഒരു കാര്യമാണ്. അതുകൊണ്ട് ഹാൻഡ് മെയ്ഡ് പ്ലസ് ഹാൻഡിക്രാഫ്റ്റ് എന്നുള്ള സംഗതി, അതിന്റെ സെയിൽസും മാർക്കറ്റിങ്ങും അല്ലെങ്കിൽ അതിലുള്ള പ്രാവീണ്യവുമാണ് പ്രധാനപ്പെട്ട സംഗതി എന്ന് പറയുന്നത്. അടുത്തതായിട്ടുള്ള കാര്യം എന്ന് പറയുന്നത് ഗ്രാഫിക് ഡിസൈനിങ്, അതുപോലെ തന്നെ വീഡിയോ എഡിറ്റിംഗ്, കണ്ടന്റ് റൈറ്റിംഗ് പോലുള്ള കാര്യങ്ങൾ. ചില ആളുകൾ എഡിറ്റിംഗിൽ നല്ല വൈദഗ്ധ്യം ഉണ്ടായിരിക്കും, പ്രത്യേകിച്ച് ജോലിയൊന്നുമില്ലാതെ നിൽക്കുകയായിരിക്കും. നല്ല രീതിയിൽ കണ്ടന്റ് എഴുതാനായിട്ട് കഴിവുള്ള ആൾക്കാരുണ്ടായിരിക്കും ഇപ്പോഴത്തെ ഓൺലൈൻ മാധ്യമങ്ങൾക്ക് വേണ്ടിയും മറ്റും.
അതുപോലെ തന്നെ വീഡിയോ എഡിറ്റിംഗ് മാത്രമല്ല, ഗ്രാഫിക് ഡിസൈനിങ് പോലുള്ള, പോസ്റ്റർ മേക്കിംഗ് പോലുള്ള സംഗതികൾക്കൊക്കെ ഇപ്പോഴും തീർച്ചയായിട്ടും ഒരുപാട് ആവശ്യക്കാരുണ്ട് എന്നുള്ളതാണ്. അത് നമ്മുടെ ലോക്കൽ ആയിട്ടുള്ള കസ്റ്റമേഴ്സ് മുതൽ ഇന്റർനാഷണൽ കസ്റ്റമേഴ്സിനെ വരെ അട്രാക്ട് ചെയ്യാൻ പറ്റുന്നതായിട്ടുള്ള ഫീൽഡുകളാണ്. ഈ മേഖലയിൽ അറിവുള്ള ആളുകൾ തീർച്ചയായിട്ടും കമ്പ്യൂട്ടറും ഇന്റർനെറ്റുമായിട്ട് നല്ല രീതിയിൽ ബന്ധപ്പെട്ട് കിടക്കുന്നത് കൊണ്ട് തന്നെ അവർക്ക് എന്തായാലും ഇത് എങ്ങനെയാണ് മാർക്കറ്റ് ചെയ്യേണ്ടത് എന്നുള്ളത് അറിയാനുള്ള സാധ്യതയുണ്ട്. എന്നിരുന്നാലും ഇതും കൂടി ഇവിടെ പറയാതിരിക്കാനായിട്ട് സാധിക്കില്ല. കാരണം അത്രയും വളരെ പ്രധാനപ്പെട്ട ഒരു മേഖല തന്നെയാണ് ഈ ഒരു ഓൺലൈൻ അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള കമ്പ്യൂട്ടർ അധിഷ്ഠിത കഴിവുകൾ നമുക്ക് വീട്ടിൽ നിന്ന് മാർക്കറ്റ് ചെയ്ത് സെയിൽ ചെയ്ത് കസ്റ്റമേഴ്സിനെ അട്രാക്ട് ചെയ്തിട്ട് നിങ്ങൾക്ക് ക്യാഷ് ഉണ്ടാക്കാൻ പറ്റുക എന്നുള്ളത്. ഇനി അടുത്തതായിട്ടുള്ള ഒരു കാര്യം എന്ന് പറയുന്നത്, വീട്ടുവളപ്പിൽ തന്നെ ജൈവ പച്ചക്കറി ഉൽപ്പാദിപ്പിക്കാൻ പറ്റുന്ന ആൾക്കാർ, അതുപോലെ തന്നെ കൂണ് കൃഷി ചെയ്യാൻ പറ്റുന്നതായിട്ടുള്ള ആളുകൾ, അതുപോലെ തന്നെ ഭക്ഷ്യ മത്സ്യങ്ങളും അലങ്കാര മത്സ്യങ്ങളെയും ഉണ്ടാക്കാനായിട്ട് അതിനെ വിൽക്കാനായിട്ട് സാധിക്കുന്ന ആളുകൾ, പെറ്റ്സിനെ വിൽക്കാനായിട്ട് സാധിക്കുന്ന ആളുകൾ. ഇതിൽ ചില സംഗതികൾക്കൊക്കെ ലൈസൻസ് ആവശ്യമായേക്കാം. എന്നിരുന്നാലും ചെറിയ രീതിയിൽ ഇതിൽ പല കാര്യങ്ങളും നമുക്ക് വളരെ എളുപ്പത്തിൽ അനായാസത്തിൽ ചെയ്യാൻ പറ്റുന്ന കാര്യമാണ്. നമുക്ക് അതിനോട് താല്പര്യം ഉണ്ടായിരിക്കണം എന്ന് മാത്രം. ഇത് നമുക്ക് അടുത്തതായിട്ട് കൺസിഡർ ചെയ്യാൻ പറ്റിയതായിട്ടുള്ള, വീടിന്റെ അടിസ്ഥാനത്തിൽ തുടങ്ങാൻ പറ്റിയതായിട്ടുള്ള ഒരു ബിസിനസ് ആശയം തന്നെയാണ്. ഇത് ലോക്കൽ മാർക്കറ്റിൽ നിന്നുള്ള ബിസിനസ്സും ലഭ്യമാണ്, അല്ലാത്ത രീതിയിലുള്ള കസ്റ്റമേഴ്സും അവൈലബിൾ ആയിരിക്കും. ഇവിടെ പ്രധാനമായിട്ടും ഈ പ്ലാന്റുമായിട്ട് ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ ചെയ്യാം. അതുപോലെ തന്നെ മൈക്രോ ഗ്രീൻ എന്ന് പറയുന്ന ഒരു സംഗതിയുണ്ട്. എന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇപ്പൊ നമ്മൾ പയറൊക്കെ മുളപ്പിച്ച് കഴിക്കാറുണ്ട്. അതുപോലെ പല സംഗതികളുണ്ട് നമ്മൾ മുളപ്പിച്ച് കഴിക്കാനായിട്ട് നമുക്ക് ആരോഗ്യത്തിന് ഒരുപാട് ഗുണം ചെയ്യുന്നതായിട്ടുള്ള സംഗതികൾ. ഇത് ടൗണിനോടൊക്കെ അടുത്ത മേഖലകളിൽ അല്ലെങ്കിൽ കൂടുതൽ എഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ള ആളുകൾ, അവർക്ക് പ്രത്യേകിച്ച് കുക്ക് ചെയ്യാനൊന്നും സമയമില്ലാത്തതായിട്ടുള്ള അവസരങ്ങളിലുള്ള സ്ഥലങ്ങളിലുള്ള ആളുകൾ, ഹെൽത്ത് കോൺഷ്യസ് ആയിട്ടുള്ള ആളുകൾ, ഇങ്ങനെയൊക്കെയുള്ള കസ്റ്റമേഴ്സിന്റെ ഏരിയയിലാണെങ്കിൽ തീർച്ചയായിട്ടും മൈക്രോ ഗ്രീൻ എന്നൊക്കെ പറയുന്നത് വലിയ കോമ്പറ്റീറ്റേഴ്സ് അധികം ഇല്ലാത്തൊരു ഫീൽഡാണ് നമ്മുടെ നാട്ടിൽ ഇപ്പോഴും. അപ്പൊ തീർച്ചയായിട്ടും ഇതൊക്കെ നമുക്ക് പരീക്ഷിക്കാവുന്നതാണ് അല്ലെങ്കിൽ പരിഗണിക്കാവുന്നതാണ്. അടുത്തതായിട്ട് വീട്ടിൽ നിന്ന് ചെയ്യാൻ പറ്റുന്നതായിട്ടുള്ള ഒരു കാര്യം, ഇതിന് വേറെ റിക്വയർമെന്റ്സ് ഒന്നുമില്ല. ഞാൻ മുൻപ് ചില വീഡിയോകളിലൊക്കെ വിശദീകരിച്ചിട്ടുണ്ട്. നമുക്ക് ആകെ ആവശ്യമുള്ളത് നമുക്ക് പാൻ കാർഡ്, ആധാർ കാർഡ് തുടങ്ങിയ സംഗതികളൊക്കെയാണ്. ആധാർ കാർഡും മൊബൈൽ നമ്പറും കണക്ട് ആയിരിക്കണം. സ്റ്റോക്ക് മാർക്കറ്റിൽ ട്രേഡ് ചെയ്യുക എന്നുള്ളത്, അതിന് ഒരുപാട് ബ്രോക്കർ ആപ്ലിക്കേഷൻസ് ഉണ്ട്. ഗ്രോ ആപ്ലിക്കേഷൻ ഉണ്ട്, IND സ്റ്റോക്സ് ആപ്ലിക്കേഷൻ ഉണ്ട്, സെറോദയുണ്ട്, അതുപോലെ തന്നെ കൊട്ടക് മഹീന്ദ്ര, മോട്ടിലാൽ ഓസ്വാൾ, അതുപോലെ ഒത്തിരി അധികം ആപ്ലിക്കേഷൻസ് നമുക്ക് ഇന്ന് പ്ലേ സ്റ്റോറിൽ തന്നെ അവൈലബിൾ ആണ്. കേവലം ഒരു മൊബൈലേ ആവശ്യമുള്ളൂ. പക്ഷെ ഇതിന് ഒരു മുൻകൂട്ടി വേണ്ട ഒരു സംഗതി എന്ന് പറയുന്നത്, എടുത്തു ചാടി ഒരുപാട് പണം നിക്ഷേപിക്കുകയും ട്രേഡ് ചെയ്യുന്നതിനും പകരമായിട്ട് അടിസ്ഥാന പാഠങ്ങൾ ആദ്യം പഠിക്കണം എന്നുള്ളതാണ്. തീർച്ചയായിട്ടും നമുക്കത് ഓൺലൈനിൽ നിന്ന് തന്നെ പഠിച്ചെടുക്കാനായിട്ട് സാധിക്കും, പ്രത്യേകിച്ച് ഒരു ഇൻവെസ്റ്റ്മെന്റും ഇല്ലാണ്ട്. അടുത്തതായിട്ടുള്ള യുണീക്ക് ആയിട്ടുള്ള ഒരു കാര്യം, പക്ഷെ അത് എല്ലാവർക്കും സാധ്യമല്ല. മ്യൂസിക്കിനെ കുറിച്ച് അറിവുള്ള ആളുകൾ, കീബോർഡ് നല്ല രീതിയിൽ റൺ ചെയ്യാൻ കഴിയുന്ന ആൾക്കാർ, അല്ലെങ്കിൽ മ്യൂസിക് പ്രൊഡ്യൂസ് ചെയ്യാനായിട്ട് ഇന്നത്തെ കമ്പ്യൂട്ടറിന്റെ സഹായത്തോടു കൂടി കമ്പ്യൂട്ടറിൽ കീബോർഡ് കണക്ട് ചെയ്തുകൊണ്ട് പല രീതിയിലുള്ള സോഫ്റ്റ്വെയറുകൾ ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് സംഗീതം സൃഷ്ടിക്കാനായിട്ട് സാധിക്കും. അതാണ് ഇന്നത്തെ മോഡേൺ മ്യൂസിക് പ്രൊഡക്ഷൻ എന്ന് പറയുന്നത്. ഒരു വീട്ടിലൊരു നല്ല രീതിയിലുള്ള പവർഫുൾ ആയിട്ടുള്ള ഒരു കമ്പ്യൂട്ടറും ഇത്തരത്തിലുള്ള ഡിവൈസുകളും സോഫ്റ്റ്വെയറും ഉണ്ടെങ്കിൽ എൻ്റെ ഒരു അഭിപ്രായത്തിൽ നിങ്ങൾക്ക് ഒരു സിനിമയ്ക്ക് വരെ വേണമെങ്കിൽ ബാക്ക്ഗ്രൗണ്ട് സ്കോർ ചെയ്ത് കൊടുക്കാനായിട്ട് സാധിക്കും. അതിനുള്ള കപ്പാസിറ്റി ഉള്ള ആളുകളാണ് എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഈ ഹോം ബേസ്ഡ് മ്യൂസിക് പ്രൊഡക്ഷൻ ഒരു ഭാഗമാക്കാവുന്നതാണ്. നല്ല രീതിയിലുള്ള കസ്റ്റമേഴ്സിനെ അത് അട്രാക്ട് ചെയ്യുമെന്നുള്ളതാണ് നമുക്ക് പറയാനായിട്ട് സാധിക്കുന്നത്. അതുപോലെ തന്നെ സെർച്ച് എഞ്ചിൻ ഒപ്റ്റിമൈസേഷൻ, കണ്ടന്റ് റൈറ്റിംഗ്, SEO എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ പല കീവേഡ്സ് അനുസരിച്ചിട്ടാണ് ഓൺലൈനിലൊക്കെ സെർച്ച് ചെയ്യാറുള്ളത്. അപ്പൊ ആളുകൾ എന്ത് കീവേഡ്സ് ആണ് ഇന്ന കണ്ടന്റ് സെർച്ച് ചെയ്യാനായിട്ട് ഉപയോഗിക്കുക എന്നുള്ള അവബോധം, അതുപോലെ തന്നെ സെർച്ച് എഞ്ചിൻ എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത് എന്നുള്ളതിന്റെ അവബോധം, വെബ്സൈറ്റുകൾ എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത് എന്നുള്ളതിന്റെ അവബോധം, ഇതൊക്കെ ഉള്ള ആളുകൾക്ക് തീർച്ചയായിട്ടും ഹോം ബേസ്ഡ് ആയിട്ട് തന്നെ SEOയുമായിട്ട് ബന്ധപ്പെട്ട അത്തരത്തിലുള്ള കാര്യങ്ങൾ ചെയ്യാവുന്നതാണ്. ഇതിനോടൊക്കെ അനുബന്ധിച്ച് പറയാൻ പറ്റുന്ന കാര്യമാണ് ഡിജിറ്റൽ മാർക്കറ്റിംഗ് ആൻഡ് ഓൺലൈൻ പ്രൊമോഷൻ എന്നുള്ളത്. തീർച്ചയായിട്ടും ഡിജിറ്റൽ മാർക്കറ്റിംഗ്, ഓൺലൈൻ പ്രൊമോഷൻ ഒക്കെ ക്ഷമയും കഴിവും സമയവും എടുത്ത് ചെയ്യേണ്ട ഒരു സംഗതിയാണ്. ഒരുപാട് കസ്റ്റമേഴ്സിന് ഇതിനെക്കുറിച്ച് ബേസിക് ആയിട്ടുള്ള അവയർനെസ് പോലും ഇല്ലാത്ത ബിസിനസ്സുകാരുന്നുണ്ട്. അപ്പൊ അവർക്ക് വേണ്ടിയുള്ള സർവീസ് ഓഫർ ചെയ്യാൻ പറ്റുവാണെങ്കിൽ ലോ കോസ്റ്റിൽ വെബ്സൈറ്റുകൾ ബിൽഡ് ചെയ്ത് കൊടുക്കുക, ലോ കോസ്റ്റിൽ അവർക്ക് വേണ്ടതായിട്ടുള്ള അഡ്വർടൈസ്മെന്റ് കണ്ടന്റുകൾ ഉണ്ടാക്കി കൊടുക്കുക, പോസ്റ്റേഴ്സ് ഉണ്ടാക്കി കൊടുക്കുക, വീഡിയോസ് ഉണ്ടാക്കി കൊടുക്കുക, മ്യൂസിക്കുകൾ ഉണ്ടാക്കി കൊടുക്കുക, ഇൻഫ്ലുവൻസേഴ്സിനെ കോർഡിനേറ്റ് ചെയ്തുകൊണ്ട് മാർക്കറ്റിംഗ് അതുപോലെ തന്നെ ഓൺലൈൻ ക്യാമ്പയിൻ ഒക്കെ നടത്താനുള്ള കപ്പാസിറ്റി അറിവും നിങ്ങൾക്കുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഹോം ബേസ്ഡ് ആയിട്ട് തന്നെ പ്രത്യേകിച്ച് എക്സ്പെൻസ് ഒന്നും ഇല്ലാതെ നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമാണ്. മാർക്കറ്റിംഗ് കൃത്യമായിട്ട് അറിയണമെന്ന് മാത്രം. കൃത്യമായിട്ടുള്ള മാർക്കറ്റിംഗ് അതുപോലെ തന്നെ പബ്ലിസിറ്റി, കൃത്യമായിട്ടുള്ള പ്ലാനും ഉണ്ടെങ്കിൽ ഈ ആശയങ്ങൾ നമുക്ക് വിജയിപ്പിച്ചു കൊണ്ടുപോകാനായിട്ട് സാധിക്കും. ഇത് നമ്മൾ തുടങ്ങുന്നതായിട്ടുള്ള ലൊക്കാലിറ്റി, നമ്മുടെ ഏരിയ ഓഫ് ഇൻട്രസ്റ്റ്, അതുപോലെ തന്നെ നമുക്ക് ഏത് ഏരിയയിലാണോ നമ്മുടെ കഴിവ് കിടക്കുന്നത്, അത്തരത്തിലുള്ള സെൽഫ് അവയർനെസ് പോലുള്ള കാര്യങ്ങൾ തീർച്ചയായിട്ടും അത്യന്താപേക്ഷിതമാണ്.
ഇതിലേക്കൊന്നും ഒരുപാട് പണം ഒരുമിച്ച് കൊണ്ടുപോയിട്ട് ഇൻവെസ്റ്റ് ചെയ്യാനായിട്ട് ഒരിക്കലും ഞാൻ റെക്കമെൻഡ് ചെയ്യുന്നില്ല. ചെറിയ രീതിയിൽ തുടങ്ങുക. കാരണം ചെറിയ രീതിയിൽ തുടങ്ങിയ സംഗതികളാണ് ഇന്ന് വളരെ വൻ വൃക്ഷങ്ങളായിട്ട് മാറിയിട്ടുള്ളത് എന്നുള്ളത് നമുക്ക് നമ്മളെ സൊസൈറ്റിയിലേക്ക് നോക്കുന്ന സമയത്ത് മനസ്സിലാക്കാൻ സാധിക്കുന്ന ഒരു കാര്യമാണ്. അതുകൊണ്ട് തീർച്ചയായിട്ടും ഇത്തരത്തിലുള്ള കാര്യങ്ങൾ നമുക്ക് കൺസിഡർ ചെയ്യാവുന്നതാണ്. ഇത് കൃത്യമായിട്ട് പഠിച്ചതിന് ശേഷം മാത്രം ഇതിന്റെ പ്രവർത്തനങ്ങളിലേക്ക് ഇറങ്ങുക. നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ ഇതിന്റെ ഉപദേശങ്ങൾ തരുന്ന ആളുകളെ, പ്രൊഫഷണൽസിനെ നിങ്ങൾക്ക് സമീപിക്കാവുന്നതുമാണ്. അപ്പൊ ഈ ആശയങ്ങൾ വളരെ ചുരുക്കി പങ്കുവെക്കുക എന്നുള്ളത് മാത്രമാണ് ഈ വീഡിയോ കൊണ്ട് ഉദ്ദേശിച്ചത്. നിങ്ങൾക്ക് അഭിപ്രായങ്ങൾ അറിയിക്കുക. അതുപോലെ തന്നെ ഇതുമായിട്ട് ബന്ധപ്പെട്ട ഇത്തരത്തിലുള്ള കൂടുതൽ കാര്യങ്ങൾ എന്തൊക്കെയാണ് അറിയാൻ താല്പര്യപ്പെടുന്നത് എന്നുണ്ടെങ്കിൽ അതിനെക്കുറിച്ച് ചോദിക്കാവുന്നതുമാണ്. നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. നമസ്കാരം.